ഡിയർ സോൾസ്, നമുക്കിന്ന് 3 കാർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സബോട്ടേജ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ് എന്നാണ് പറയുന്നത്. ചില സന്ദർഭങ്ങൾ വളരെ ഒരു നിരാശ ബാധിച്ചിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും എനിക്ക് കിട്ടേണ്ടതായ നല്ല കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ആൾ ഫീൽ ചെയ്യുന്നു ഇപ്പോൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വളരെയധികം വേദനയുണ്ട്. ഒരു മിസ്സിങ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയുന്നുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ. എനിക്ക് ചേസ് ചെയ്യുന്നത്, എന്നെ ചേസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിശ്വാസം ആണ് അവിടെ മുതൽ എന്നെ നിഴലിക്കുന്നത് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. എന്ന് വെച്ചാൽ എന്നെ വിശ്വസിക്കാതെ എന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചേസ് ചെയ്തിരുന്നു എന്നാണ് ആൾ പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത്, ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഇതൊക്കെയാണെങ്കിലും ശരി, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിൻ്റെ ഭാഗം, അല്ലെ നിൻ്റെ സൈഡ്, നിൻ്റെ ഭാഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാനത് മനസ്സിലാക്കുന്നു. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് വളരെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഈ ചേസിങ് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ ബ്രേക്കപ്പിലൊക്കെ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ അതിന് മെയിനായിട്ട് ഉണ്ടായിരുന്നത് ആൾക്ക് ഇഷ്ടമില്ലാത്ത, ഹി ഓർ ഷീ ആരായാലും ആൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഈ സംശയം വെച്ചിട്ട് ചേസ് ചെയ്ത് നടക്കുക. ഏത് നേരം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നതായിരിക്കാം. നിങ്ങളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തരുന്ന വ്യക്തി നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥത്തിലായിരിക്കണമെന്നില്ല നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ അത് സത്യമായിക്കൊള്ളണം എന്നില്ല. അതും കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. കാരണം ഈ വ്യക്തിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വിഷയങ്ങൾ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചേസ് ചെയ്യുന്ന ആ ഒരു വിഷമം പുള്ളിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആർക്കായാലും നിങ്ങളുടെ പാർട്ട്ണർക്ക് അതിന് സാധിച്ചില്ല, ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്ന് ആൾ അതിങ്ങനെ ഒരു എന്താ പറയുക, ആത്മഗതം പോലെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ അണ്ടർസ്റ്റാൻഡ് നിങ്ങളെ, എന്നാലും ശരി, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, എന്തുകൊണ്ടാണ് നീ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ തമ്മിൽ ഉള്ള പൊരുത്തക്കേടുകളൊക്കെ മാറ്റി പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.